ഹലോ എവരി വൺ. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ ചാപ്റ്റേഴ്സിലും നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ബ്രോമിനേഷൻ, നൈട്രേഷൻ, അതുപോലെ തന്നെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കിലേഷൻ, അസൈലേഷൻ, സൾഫോണേഷൻ. ഇതൊക്കെ നിങ്ങൾ കാണുന്നതാണ് എല്ലാ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലും. ക്ലോറോബെൻസിൻ്റെ ആവട്ടെ, ഫിനോളിൻ്റെ ആവട്ടെ, ബെൻസോയിക് ആസിഡിൻ്റെ ആവട്ടെ, അനിലിൻ്റെ ആവട്ടെ, ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന എല്ലാ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലും നിങ്ങൾ കാണുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും എല്ലാ തവണയും ഈ ഒരു ടോപ്പിക്കുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ അനിലിൻ്റെ റിയാക്ഷൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അനിലിൻ്റെ റിയാക്ഷൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ NCERT ഇത് അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാവണം ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഓഫ് അനിലിൻ? അനിലിൻ്റെ കേസിൽ ഇത് എന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ ആവുന്നത്? സോ അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ റിയാക്ഷൻസ് കൂടെ ഒന്ന് പോയി നോക്കണം. നമ്മൾ ഒന്നാമത്തെ കേസ് എടുക്കണം. ഒന്നാമത്തെ ബ്രോമിനേഷൻ. ഇപ്പോൾ ബ്രോമിനേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അനിലിൻ്റെ അടുത്തേക്ക് നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്യുന്നു ഇൻ വാട്ടർ മീഡിയം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രോട്ടിക് മീഡിയമാണ്, പോളാർ പ്രോട്ടിക് ആയിട്ടുള്ളൊരു മീഡിയമാണ് വാട്ടർ. നമ്മൾ അതിനകത്തേക്കാണ് ബ്രോമിൻ ആഡ് ചെയ്യുന്നത് വിത്ത് അനിലിൻ. നോക്കിയേ, ബെൻസീൻ റിങ്ങിൻ്റെ ഓൾ ഓർത്തോ പാര പൊസിഷൻസ് ആർ ഓക്യുപ്പൈഡ് ബൈ ബ്രോമിൻ. എല്ലാ ഓർത്തോ പാര പൊസിഷനിലും ബ്രോമിൻ വന്നിട്ടുണ്ട് ഇവിടെ, അല്ലേ? ഇപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? എല്ലാ ഓർത്തോ പാര പൊസിഷനിലും ബ്രോമിൻ വന്നു എന്നതിൻ്റെ അർത്ഥം NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് NH2 ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഇറ്റ് ഈസ് ഹൈലി ആക്ടിവേറ്റിംഗ് ഫോർ വാട്ട്? ആക്ടിവേറ്റിംഗ് ഫോർ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് NH2 ഗ്രൂപ്പ് ഹൈലി ആക്ടിവേറ്റിംഗ് ആണ്. നൈട്രജൻ്റെ മുകളിൽ നമുക്കറിയാം ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് വരുന്നു. റെസണൻസ് സ്ട്രക്ചേഴ്സ് വഴി ഓർത്തോ പാര പൊസിഷൻസിൽ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടും. അപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഓർത്തോ പാര പൊസിഷൻസിൽ അറ്റാക്ക് ചെയ്യും. സാധാരണ നമ്മൾ പഠിക്കുക ഓർത്തോ പാര പ്രൊഡക്റ്റ് ഉണ്ടാവും. പാര ഈസ് മേജർ, ഓർത്തോ ഈസ് മൈനർ. ഇതാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. പാര മേജർ ആവാനുള്ള കാരണം സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണും, ഇവിടെ ട്രൈബ്രോമോ പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ ഓർത്തോ പാര പൊസിഷനിലും ബ്രോമിൻ വന്നേക്കാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, എന്തുകൊണ്ട് എല്ലാ പൊസിഷനിലും വന്നു? ബിക്കോസ് NH2 ഗ്രൂപ്പ് ഈസ് ഹൈലി ആക്ടിവേറ്റിംഗ്. ഇങ്ങനെ പറയാം, എക്സ്ട്രീംലി ആക്ടിവേറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം, എക്സ്ട്രീംലി ആക്ടിവേറ്റിംഗ്. അതുകൊണ്ടാണ് എല്ലാ ഓർത്തോ പാര പൊസിഷനിലും ബ്രോമിൻ വന്നിരിക്കുന്നത്. ഇനി സപ്പോസ് നമുക്ക് എല്ലാ ഓർത്തോ പാര പൊസിഷനിലും വേണ്ട, നമുക്കൊരു ഒറ്റ പൊസിഷനിൽ മാത്രം ബ്രോമിൻ വരണം. ഫോർ എക്സാമ്പിൾ പാര പൊസിഷനിൽ മാത്രം ബ്രോമിൻ വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ്സ് എന്താ? നമ്മൾ ആദ്യം ഇതിനെ അസറ്റിക് അൻഹൈഡ്രൈഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അസറ്റിക് അൻഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? അസറ്റിക് അൻഹൈഡ്രൈഡ് ആയിട്ടോ അല്ലെങ്കിൽ അസൈൽ ഹലൈഡ് ആയിട്ടോ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഈ അൻഹൈഡ്രൈഡ് ഗ്രൂപ്പ് ഈ അമൈൻ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഒരു അമൈഡ് ആദ്യം ഫോം ചെയ്യുന്നു. സോ ആ അമൈഡ് എങ്ങനെ ഫോം ചെയ്യുന്നത് നോക്കിയേ. ഇതാണ് അമൈഡിൻ്റെ ഫോർമേഷൻ, ഞാൻ ഇവിടെ കാണിക്കാം. സോ NHC∪CS3 ഇങ്ങനെ ഒരു അമൈഡ് ആദ്യമേ ഫോം ചെയ്യുന്നു. ഈ അമൈഡ് ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ നൈട്രജൻ്റെ മുകളിലുണ്ടായിരുന്ന ലോൺ പെയേഴ്സ് നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് മാത്രമേ കോൺജുഗേഷനിൽ ഇൻവോൾവ് ആയിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്ത സമയത്ത്, അതായത് ഈ കോമ്പൗണ്ട് നമ്മൾ പറയുന്ന പേര് അസറ്റാനിലൈഡ് എന്ന് പറയും കേട്ടോ. അസറ്റാനിലൈഡ് ഫോം ചെയ്യുമ്പോഴത്തേക്കും നൈട്രജൻ്റെ മുകളിലുള്ള ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് മാത്രമല്ല കോൺജുഗേഷനിൽ ഇൻവോൾവ് ആവുക, ഇതേ ഈ അമൈഡ് ഗ്രൂപ്പിൻ്റെ സൈഡിലേക്ക് CO ഗ്രൂപ്പിൻ്റെ അടുത്തേക്കും കോൺജുഗേഷനിൽ ഇൻവോൾവ് ആവാം. അതായത് ഈ പറയുന്ന ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാം, ഡബിൾ ബോണ്ടിലെ ഇലക്ട്രോൺ പെയർ ഓക്സിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ആവാം. അങ്ങനെ ഒരു 2-sided കോൺജുഗേഷൻ ഇപ്പോൾ പോസിബിൾ ആണ്. ദർ ഇസ് എ 2-sided കോൺജുഗേഷൻ. ആദ്യമേ ബെൻസീൻ റിങ്ങിലേക്ക് മാത്രമേ പോസിബിൾ ആയിരുന്നുള്ളൂ. ഇപ്പോൾ വേറൊരു അഡീഷണൽ ഡയറക്ഷനിലേക്കും കൂടെ കോൺജുഗേഷൻ പോസിബിൾ ആണ്. ആദ്യം നൈട്രജൻ്റെ മുകളിലുണ്ടായിരുന്ന ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് മാത്രം പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി ആക്ടിവേറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ ബെൻസീൻ റിങ്ങിലേക്ക് പോവും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ അമൈഡ് ഗ്രൂപ്പിൻ്റെ സൈഡിലേക്ക് CO ഗ്രൂപ്പിൻ്റെ സൈഡിലേക്കും ലോൺ പെയർസ് പോകാം. അങ്ങനെയാണ് എങ്കിൽ ബെൻസീൻ റിങ്ങിലേക്ക് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയൂലേ? അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഈ ഒരു അസറ്റാനിലൈഡ് ഫോം ചെയ്തു അല്ലെങ്കിൽ അമൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് ആക്ടിവേറ്റിംഗ് പവർ ഓഫ് NH2 ഡിക്രീസസ്. അതിൻ്റെ കാരണം എന്താ?
കാരണം ഞാൻ പറഞ്ഞു ലോൺ പെയേഴ്സ് ഇപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് മാത്രമല്ല കോൺജുഗേഷനിൽ പോവുക, CO ഗ്രൂപ്പിൻ്റെ അടുത്തേക്കും കൂടെ വരുന്നുണ്ട്. സോ ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോൺസ് തള്ളുന്ന ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനൺ ഇപ്പോൾ കുറച്ച് കുറയും. അപ്പോൾ നമുക്കറിയാം ഈ ലോൺ പെയേഴ്സ് ഇപ്പം അമൈഡ് ഗ്രൂപ്പിൻ്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ CO ഗ്രൂപ്പിൻ്റെ സൈഡിലേക്കും കൂടെ കോൺജുഗേഷൻ ഇൻവോൾവ് ആണ്. സോ ആക്ടിവേറ്റിംഗ് പവർ എന്ത് ചെയ്യും? കുറയും അല്ലേ? ആക്ടിവേറ്റിംഗ് പവർ കുറയും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? ഇനി ഞാൻ ബ്രോമിനേഷൻ നടത്തുകയാണ്. ഓക്കെ, ഞാൻ ബ്രോമിനേഷൻ നടത്തുകയാണ്. സോ ലെറ്റ് മീ ട്രീറ്റ് ഇറ്റ് വിത്ത് ബ്രോമിൻ. ഇനി ഞാൻ ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഒരു പോളർ പ്രോട്ടിക് മീഡിയം ആയിട്ട് അസറ്റിക് ആസിഡാണ് എടുക്കുന്നത്, CH3COOH. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രോമിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ബ്രോമിൻ എവിടെ വരുന്നതെന്ന് അറിയാവോ? ബ്രോമിൻ വരും. അപ്പോൾ നമ്മുടെ അസറ്റാനിലൈഡ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഉണ്ടാവും, NHC ഡബിൾ ബോണ്ടോ CH3. ബ്രോമിൻ വരിക ഓർത്തോ പാര പൊസിഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷനാണ്, പാരാ പൊസിഷനിലാണ് വരിക. ഓർത്തോയിൽ എന്തുകൊണ്ട് വരില്ല? കാരണം ഇത്രയും വലിയ ഗ്രൂപ്പ് കൂടെ ഉള്ളതുകൊണ്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും, ബൾക്കി ഗ്രൂപ്പ് റിപ്പൾഷൻ ഉണ്ടാവും. നമ്മുടെ ഇലക്ട്രോഫൈൽ Br+ ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. ഇത് പോവുക നേരെ പാരാ പൊസിഷനിലേക്കായിരിക്കും. പാരാ പൊസിഷനിൽ അറ്റാക്ക് ആവുന്നു, നമുക്ക് പാരാ പ്രൊഡക്റ്റ് കിട്ടി. ഇനി അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം NH2 ആയിരുന്നു, ഇപ്പോൾ അത് NHCO CH3 ആണ്. നമുക്ക് ഈ അമൈഡ് ഗ്രൂപ്പ് വേണ്ട അല്ലേ? അമൈഡ് ഗ്രൂപ്പിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് തിരിച്ച് NH2ലേക്ക് നമുക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് വി ഡു ഫോർ ദാറ്റ്? അതിന് നിങ്ങൾ ചെയ്യുക, ഇതിനെ ഒന്നെങ്കിലും ഒരു ആസിഡായിട്ടോ അല്ലെങ്കിൽ ബേസ് ആയിട്ടോ അക്വസ് മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുക. യു ക്യാൻ ട്രീറ്റ് ഇറ്റ് വിത്ത് H+ അയോൺ ഓർ യു ക്യാൻ ട്രീറ്റ് ഇറ്റ് വിത്ത് OH- അയോൺ. ഏതാണെങ്കിലും കുഴപ്പമില്ല. ആസിഡ് മീഡിയ ആണെങ്കിലും കുഴപ്പമില്ല, ബേസിക് മീഡിയ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്താ പറ്റുക? ഹൈഡ്രോളിസിസ് നടക്കും. ഇവിടെ ബോണ്ട് ബ്രേക്ക് ആവുന്നു. ഇവിടെ ബോണ്ട് ബ്രേക്കായി OH ഗ്രൂപ്പ് ഇവിടെയും H ഗ്രൂപ്പ് ഇവിടെയും വരുന്നു. H and OH ആഡ് അക്രോസ് NHC അല്ലെങ്കിൽ NC ബോണ്ടിൻ്റെ അക്രോസ് HOH വരുന്നു. സോ ഞാനത് ഇങ്ങനെ മാർക്ക് ചെയ്യാം. സോ OH വിൽ ബി ഗോയിങ് ടു ദിസ് സൈഡ്, H വിൽ ബി ഗോയിങ് ടു ദിസ് സൈഡ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും വരിക? ഹൗ വിൽ ബി ദ ഫോംഡ് പ്രൊഡക്റ്റ് ലുക്ക് ലൈക്ക്? ഇതേ ഇവിടെ NH2, ഇവിടെ Br. ഇപ്പോൾ നമുക്ക് മോണോ ബ്രോമോ പ്രൊഡക്റ്റ് കിട്ടി. അതായത് ഒറ്റ ബ്രോമിനെ വരുന്നുള്ളൂ. ആദ്യമേ രണ്ടെണ്ണമല്ല 3 വരുമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലായ കാര്യം, NH2 ഹൈലി ആക്ടിവേറ്റിംഗ് ആണ്, എക്സ്ട്രീംലി ആക്ടിവേറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ട്രൈബ്രോമോ പ്രൊഡക്റ്റ് കിട്ടി. നമുക്ക് മോണോ ബ്രോമോ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ ആദ്യം NH2വിൻ്റെ ആ ഒരു ആക്ടിവേറ്റിംഗ് പവർ കുറയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഇവിടെ അസറ്റിക് അൻഹൈഡ്രേറ്റ് ട്രീറ്റ് ചെയ്തു, അസറ്റാനിലൈഡ് ഫോം ചെയ്തു. അസറ്റാനിലൈഡ് ഫോം ചെയ്ത ശേഷം നമ്മൾ ബ്രോമിനേഷൻ നടത്തുന്നു. അപ്പോൾ നമുക്ക് പാരാ പൊസിഷനിൽ മാത്രമേ ബ്രോമിൻ വരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ അസറ്റാനിലൈഡ് ഗ്രൂപ്പിനെ നമുക്ക് അനിലിൻ ഗ്രൂപ്പായിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആസിഡിക് മീഡിയ ആയിട്ടോ ബേസിക് മീഡിയ ആയിട്ടോ നമുക്ക് ഒന്ന് ഹൈഡ്രലൈസ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ദ NH2 ഗ്രൂപ്പ് ബാക്ക് ഹിയർ. ഇതാണ് ബ്രോമിനേഷൻ്റെ കേസ്. ബാക്കിയുള്ള ഫീനോളിൻ്റെയോ അല്ലെങ്കിൽ ടൊളുവിൻ്റെയോ ക്ലോറോബെൻസിൻ്റെ കേസ് പോലെയല്ല, അനിലിൻ്റെ കേസ് കുറച്ച് ഡിഫറൻ്റ് ആണ് അല്ലേ? ഇനി നമുക്ക് ഇനിയുണ്ട് കേസുകൾ. രണ്ടാമത്തെ കേസ് ഏതാ? നൈട്രേഷൻ. നൈട്രേഷൻ്റെ കേസ് വേറൊരു രീതിയിലാണ് നൈട്രേഷൻ്റെ കേസ് നടക്കുന്നത്. നൈട്രേഷൻ്റെ കേസ് നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാം. നമുക്കറിയാം NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈലി ആക്ടിവേറ്റിംഗ് ആണ്. NH2 ഗ്രൂപ്പ് ഈസ് ഹൈലി ആക്ടിവേറ്റിംഗ്. നമുക്ക് നൈട്രേറ്റ് മിക്സറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു, HNO3 H2SO4. അപ്പോൾ എന്ത് നടക്കുന്നു? NO2+ അയോൺ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ. എന്ന് പറയുന്നത് NO2+ അയോൺ ആണ്. ഈ ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യും? ബെൻസീൻ റിങ്ങിൽ അറ്റാക്ക് ചെയ്യും. നമുക്കറിയാം NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈലി ആക്ടിവേറ്റിംഗ് ആണ്. നെഗറ്റീവ് ചാർജ് ഇൻറ്റൻസിറ്റി ഓർത്തോയിലും പാരായിലുമാണ് വരിക. ബ്രോമിനേഷൻ്റെ കേസിൽ നമുക്ക് ട്രൈബ്രോമോ പ്രൊഡക്റ്റ് കിട്ടിയിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രൊഡക്റ്റ് നിങ്ങൾ കാണണം, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അല്ലേ? നോക്കിയേ, 51% പാരാ പ്രൊഡക്റ്റ് കിട്ടി. ഓക്കെ, മേജർ പ്രൊഡക്റ്റ് ഫൈൻ. ഓർത്തോ പ്രൊഡക്റ്റ് ആകെ 2% ഉള്ളൂ. 47% മെറ്റാ പ്രൊഡക്റ്റ്. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. NO2 ഗ്രൂപ്പ് എവിടെ വന്നു? മെറ്റാ പൊസിഷൻ. അത് 1% 2% എന്നല്ല, 47%. സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റാ പ്രൊഡക്റ്റ്. അതെന്താണ് അങ്ങനെ 47% മെറ്റാ പ്രൊഡക്റ്റ് വരാനുള്ള കാരണം എന്താ? സോ ദെയർ ഇസ് സംതിങ് റോങ് ഹിയർ. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാം. നോക്കിയേ, അനിലിൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഗ്രൂപ്പാണ്. നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. ഇറ്റ് ഇസ് എ ലൂയിസ് ബേസ്. അതുപോലെ തന്നെ HNO3 H2SO4 രണ്ടും നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറയുമെങ്കിലും രണ്ടും ആസിഡ്സ് ആണ് അല്ലേ? HNO3 നൈട്രിക് ആസിഡ്, H2SO4 സൾഫ്യൂരിക് ആസിഡ്. ഈ ആസിഡിൽ നിന്ന് വരുന്ന H+ അയോൺ എന്ത് ചെയ്യും? ഈ NH2 ഗ്രൂപ്പിൻ്റെ മുകളിൽ അറ്റാക്ക് ആവും. ആസിഡ് ബേസ് ആസിഡ്. അപ്പോൾ എന്താ പറ്റുക? ആസിഡും ബേസോടെ റിയാക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, നമുക്കൊരു അനിലിനിയം അയോൺ ഇവിടെ ഫോം ചെയ്യും. ഇവിടെ NH3+ അയോൺ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. NH3+. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് അനിലിനിയം അയോൺ. അനിലിനിയം അയോണിൻ്റെ പ്രത്യേകത എന്താ?
ഇതൊരു പോസിറ്റീവ് ചാർജുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി ഡീആക്ടിവേറ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ്. ഇറ്റ് വിൽ ബി മെറ്റാ ഡയറക്റ്റിംഗ്. അതുകൊണ്ടാണ് ബ്രോമിൻ അല്ല NO2 ഇലക്ട്രോഫൈല് മെറ്റാ പൊസിഷനിൽ അറ്റാക്ക് ചെയ്ത് 47% മെറ്റാ പ്രൊഡക്റ്റ് തരുന്നു. ഓക്കെ, റീസൺ എന്താ? അനിലിനിയം അയോൺ ഫോം ചെയ്യുന്നു. കാരണം അനിലിൻ എന്ന് പറയുന്നത് ബേസാണ്, ട്രീറ്റ് ചെയ്യുന്ന ആസിഡ് മിക്സറുമായിട്ടാണ്. ആസിഡും ബേസും റിയാക്ട് ചെയ്ത് അനിലിനിയം അയോൺ ഫോം ചെയ്യുന്നു. NH3+ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഡീആക്ടിവേറ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 47% എന്ത് കിട്ടുന്നത്? മെറ്റാ നൈട്രോ അനിലിൻ കിട്ടുന്നത്. സോ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലേ. ഇനി സപ്പോസ് നമുക്ക് മെറ്റാ വേണ്ട, നമുക്ക് പാര മാത്രം മതി, അല്ലെങ്കിൽ മോണോ നൈട്രോ പ്രൊഡക്റ്റ് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ബ്രോമിനേഷൻ്റെ കേസ് ചെയ്തത് അതേ കേസ് നമ്മൾ ഇവിടെയും ചെയ്യാം. നമ്മൾ ആദ്യം അസറ്റിക് അൻഹൈഡ്രൈഡായിട്ട് ട്രീറ്റ് ചെയ്യാം. അസറ്റിക് അൻഹൈഡ്രൈഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? അസറ്റിക് അൻഹൈഡ്രൈഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അസറ്റിക് അൻഹൈഡ്രൈഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ NHCOCS3 അസറ്റാനിലൈഡ് ഫോം ചെയ്യുന്നു. അസറ്റാനിലൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? അസറ്റാനിലൈഡ് ഫോം ചെയ്ത ശേഷം നമ്മൾ പിന്നെ നൈട്രേഷൻ നടത്തുന്നു. HNO3 ആൻഡ് H2SO4. HNO3 H2SO4 ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം നൈട്രോ ഗ്രൂപ്പ് എവിടെ വരും? നൈട്രോ ഗ്രൂപ്പ് പാരാ പൊസിഷനിൽ മാത്രം വരും. ഇവിടെ നമുക്ക് അസിഡിക് ക്യാരക്ടർ കുറവായിരിക്കും. ഇവിടെ ഈ അസറ്റാനിലൈഡ് ഗ്രൂപ്പിൻ്റെ ബേസിക് ക്യാരക്ടർ കുറവായിരിക്കും. കാരണം ലോൺ ബേസ് ആർ ടു ഇൻവോൾവ് ഇൻ കോൺജുഗേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ബേസിക് ക്യാരക്ടർ കുറവായിരിക്കും. പിന്നെ നമ്മൾ നൈട്രേഷൻ ചെയ്യുമ്പം NO2+ എന്നുള്ള ഗ്രൂപ്പ്, അതായത് ഇലക്ട്രോഫൈൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ പാരാ പൊസിഷനിൽ മാത്രമായിരിക്കും അറ്റാക്ക് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ മേജർ പ്രൊഡക്റ്റ് ആസ് പാരാ നൈട്രോ അസറ്റാനിലൈഡ്. നമുക്ക് പറയാം പാരാ നൈട്രോ അസറ്റാനിലൈഡ് എന്ന് പറയാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ ഒരു അസറ്റാനിലൈഡ് ഗ്രൂപ്പിനെ നമുക്ക് NH2 ആയിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അമൈഡ് ഗ്രൂപ്പിനെ NH2 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രീറ്റഡ് വിത്ത് H+ അയോൺ ഓർ OH- അയോൺ. അസിഡിക് മീഡിയത്തിലോ ബേസിക് മീഡിയത്തിലോ നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? ഈ COCS3 ഗ്രൂപ്പ് പോകുന്നു, പകരം നമുക്ക് NH2 ഗ്രൂപ്പായിട്ട് തിരിച്ചെത്തുന്നു. നോക്കിയേ, NH2 NO2. നമുക്ക് പാര പ്രൊഡക്റ്റ് മാത്രം കിട്ടി. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ മെറ്റാ പ്രൊഡക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം NH2 എന്ന് പറയുന്നത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. എങ്ങനെയാണ് 47% മെറ്റ വരിക? സോ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ആൻഡ് ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത് അനിലിനിയം അയോണിൻ്റെ ഫോർമേഷനാണ്, ഡീആക്ടിവേറ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, ഒരു സ്പെഷ്യൽ കേസാണ്. നൈട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അടുത്തത് നമ്മൾ വരുന്നത് സൾഫോണേഷൻ്റെ കേസാണ്. സൾഫോണേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അഗെയിൻ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ടാണ് നമ്മൾ സൾഫോണേഷൻ നടത്തുക. നമ്മൾ അനിലിനെ ദിസ് ഇസ് അനിലിൻ. നമ്മൾ അനിലിനെ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ആദ്യമേ ഈ കാണുന്ന ആളൊരു ബേസാണ്. അനിലിൻ എന്ന് പറയുന്ന ബേസാണ്. H2SO4 എന്ന് പറയുന്നത് ആസിഡാണ്. ആസിഡും ബേസും ന്യൂട്രലൈസ് ആവും അല്ലേ. നോക്കിയേ, ആദ്യം ഒരു സോൾട്ട് ഫോം ചെയ്യും. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സോൾട്ട് ഫോർമേഷൻ. ഇപ്പോൾ ഇതിനെ നമ്മൾ പറയുക അനിലിനിയം ബൈസൾഫേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അനിലിനിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയാം. ഞാൻ പേര് ഇവിടെ എഴുതാം. അനിലിനിയം, ഇതാണ് നമ്മുടെ കാറ്റയോൺ. ആനയോൺ ഏതാ? ഹൈഡ്രജൻ സൾഫേറ്റ്. ഹൈഡ്രജൻ സൾഫേറ്റ് ഇതാണ് നമ്മുടെ സോൾട്ട്. ഇതിനെ നമ്മളൊരു 453 to 473 കെൽവിൻ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ HSO4 ഗ്രൂപ്പ് ഇവിടുന്ന് പോകുന്നു, സോൾട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നു. നമ്മുടെ SO3 ഇലക്ട്രോഫൈൽ ഇതേ പാരാ പൊസിഷനിൽ അറ്റാക്ക് ചെയ്യുന്നു. സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. SO3H എന്ന് പറഞ്ഞാൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പാണ്, പാരാ പൊസിഷനിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ഫോം ചെയ്ത പ്രൊഡക്റ്റ്, ഇത് നമ്മൾ പറയുന്ന പേരാണ് സൾഫാനിലിക് ആസിഡ്. സൾഫാനിലിക് ആസിഡ് എന്നാണ് ഇതിനെ പറയാം. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾ ആലോചിക്കണേ. ഈ ഒരു മോളിക്യൂളിൽ ഇതേ ഒരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. ദിസ് ഇസ് എൻ ആസിഡ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ നമുക്ക് നോക്കിയേ, ഇവിടെ ഒരു ബേസ് ഗ്രൂപ്പും ഉണ്ട്. NH2 ഇറ്റ്സ് എ ബേസ് ഗ്രൂപ്പ്. ഒരേ മോളിക്യൂളിൽ ആസിഡ് ഗ്രൂപ്പും ഉണ്ട്, ബേസ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ എന്താ പറ്റുക? ന്യൂട്രലൈസേഷൻ പോസിബിൾ ആണല്ലേ. ന്യൂട്രലൈസേഷൻ പോസിബിൾ ആണ്. സോ വിത്തിൻ ദ മോളിക്യൂൾ ഒരു ന്യൂട്രലൈസേഷൻ നടന്നു. ഇപ്പോൾ ആസിഡിൽ നിന്ന് H+ അയോൺ പോയി, ബേസ് ഗ്രൂപ്പ് H+ അയോൺ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഫൈനലി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഇതേ ഇങ്ങനൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. വേറെ കോമ്പൗണ്ട് അല്ല, ഇൻറ്റേർണൽ ന്യൂട്രലൈസേഷൻ നടന്നതേ നമുക്കിവിടെ ഒരു സ്വിറ്റർ അയോൺ ഫോം ചെയ്യും. NH3+, ബേസ് ഗ്രൂപ്പ് H+ അയോൺ അക്സെപ്റ്റ് ചെയ്തു. SO3Hലെ H പോയി SO3- അയോണായി.
ഒരേ മോളിക്യൂളിൽ നോക്കിയേ പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. സെയിം മോളിക്യൂൾ കണ്ടെയ്ൻ ബോത്ത് ഡിഫറെൻറ്റ് ചാർജസ്, പോസിറ്റീവും നെഗറ്റീവും. ഇങ്ങനെയുള്ള അയോണിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഇതിന് പറയുന്ന പേരെന്താ? സ്വിറ്റർ അയോൺ. നമ്മൾ ബയോമോളിക്യൂൾസിൽ നമ്മൾ പഠിക്കാറുണ്ട് സ്വിറ്റർ അയോൺസിനെ പറ്റി, അല്ലെ അമിനോ ആസിഡ്സിൻ്റെ കേസിൽ. സോ അതിൻ്റെ വേറൊരു വകഭേദം എന്ന് വേണം സൾഫാനിലിക് ആസിഡിനെ പറയാൻ. ഇറ്റ്സ് എ സ്വിറ്റർ അയോൺ. ഇത് സ്പെഷ്യൽ കേസാണ്. ഓക്കെ. സോ അനിലിൻ്റെ കേസിലുള്ള എല്ലാ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് കേസ് ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കിലേഷൻ ആൻഡ് അസൈലേഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും NCERT-യിൽ അനിലിൻ്റെ ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കിലേഷൻ ആൻഡ് അസൈലേഷൻ റിയാക്ഷൻസ് ഇല്ല. അതിന് കാരണം എന്താണ് അതില്ലാത്തത്? പ്രശ്നം എന്താണെന്നറിയോ? ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കിലേഷൻ അസൈലേഷൻ നടത്തുമ്പോൾ നമുക്കൊരു ലൂവിസ് ആസിഡുമായിട്ട് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യും, അല്ലേ? വിൽ ബി കീപ്പിംഗ് എ ലൂവിസ് ആസിഡ്, AlCl3 എന്ന് പറയുന്ന ഒരു ലൂവിസ് ആസിഡ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ ലൂവിസ് ആസിഡ്. എന്താ പറ്റുന്നതെന്നറിയോ? ഈ ലൂവിസ് ആസിഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നറിയാമോ? ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കിലേഷൻ ആണെങ്കിൽ ഈ AlCl3 CH3Cl-ൽ നിന്ന് ക്ലോറിനെ വലിക്കും, എന്നിട്ട് കാർബോ കാറ്റയോൺ ജനറേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ. ഈ ഇലക്ട്രോഫൈലാണ് നമ്മുടെ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യുക. അസൈലേഷൻ്റെ കേസിലാണെങ്കിൽ അലുമിനിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ അസൈൽ ഗ്രൂപ്പിൽ നിന്ന് ക്ലോറിനെ വലിക്കുന്നു, എന്നിട്ട് ഇതേ അസൈൽ കാറ്റയോൺ ക്രിയേറ്റ് ആവുന്നു. അസൈൽ കാറ്റയോൺ ഒന്നെങ്കിൽ കാർബോ കാറ്റയോൺ അല്ലെങ്കിൽ അസൈൽ കാറ്റയോൺ ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷനിൽ ലൂവിസ് ആസിഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ലൂവിസ് ആസിഡ്? ഈ ലൂവിസ് ആസിഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഫൈൽ ജനറേഷനാണ്. ഓക്കെ, ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലൂവിസ് ആസിഡിൻ്റെ ഡ്യൂട്ടി. എന്താണ് ഇതിൻ്റെ ഡ്യൂട്ടി? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെയും നമുക്കറിയാം ഈ അനിലിൻ എന്ന് പറയുന്ന ആരാ? ഒരു ലൂവിസ് ബേസ് ആണ്. AlCl3 ലൂവിസ് ആസിഡ്. ഈ റിയേജൻറ്റിൻ്റെ AlCl3യുടെ ഫംഗ്ഷൻ എന്താ? ക്ലോറിനെ വലിക്കുക, കാർബോ കാറ്റയോണോ അസൈൽ കാറ്റയോണോ ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യാം. പക്ഷേ ഈ AlCl3 എന്ത് ചെയ്യുന്നറിയോ? നേരെ കയറി നമ്മുടെ ലൂവിസ് ബേസിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ നടക്കുന്നതെന്നറിയോ? റിയാക്ഷൻ ഇങ്ങനെ വരും. സോ ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ലൈക്ക് ദിസ്. നമ്മുടെ NH2 ഗ്രൂപ്പിലുള്ള ലോൺ പെയേഴ്സ് ഇല്ലേ, ഈ ലോൺ പെയേഴ്സ് ദേ AlCl3യിലേക്ക് ഡൊണേറ്റ് ആവും. എന്നിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ച കാര്യമാണ് നടക്കുന്നത്? അല്ല, സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയേ, ലൂവിസ് ആസിഡും ലൂവിസ് ബേസും തമ്മിലുള്ള റിയാക്ഷൻ നമ്മളിത് ഈ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് റിയാക്ഷനാണിത്, അല്ലേ? നമ്മൾ ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? AlCl3 ലൂവിസ് ആസിഡ് ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യുന്നു, ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കിലേഷൻ അല്ലെങ്കിൽ അസൈലേഷൻ നടക്കുന്നു എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അത് നടക്കുന്നില്ല, അല്ലേ? NH2 ലോൺ പെയർ AlCl3യിലേക്ക് പോകുന്നു, ലൂവിസ് ആസിഡ് ലൂവിസ് ബേസ് റിയാക്ഷൻ നടക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത അൺആൻറ്റിസിപ്പേറ്റഡ് റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കിലേഷൻ ആൻഡ് അസൈലേഷൻ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഫോർ അനിലിൻ. ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കിലേഷൻ ആൻഡ് അസൈലേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ അനിലിന് ഇല്ല. ക്ലിയർ ആയിട്ട് NCERT-യിലുണ്ട്, പക്ഷേ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആൾക്കാർ അത്ര ഫോക്കസ് ചെയ്യാറില്ല ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ അനിലിൻ്റെ കേസിൽ നമ്മൾ കണ്ടു എല്ലാ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉഷാറായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.